മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ്. എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ID പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇന്നലെ തൊട്ട് മസ്താനിയായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. രേണു സുധിയുടെ ഒരു ആർമി പേജിലാണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഏകദേശം 1.5 മില്യൺ ആൾക്കാരാണ് ഈ വീഡിയോ കണ്ടേക്കുന്നത്. ഇതൊരു വോയിസ് ആണ് മസ്താനിയെ പറ്റിയിട്ട്. മസ്താനിയുടെ അയൽവാസി എങ്ങാണ്ട് പറയുന്നൊരു വോയിസ് ആണ്. അതായത് മസ്താനിയുടെ അച്ഛന് HIV ബാധിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചതിന് ശേഷം പോലും മസ്താനി അച്ഛനെ പോയി കണ്ടിട്ടില്ല. മരിച്ച ദിവസത്തിന്റെ പിറ്റേന്ന് തന്നെ പുള്ളിക്കാരത്തി സിനിമ കാണാൻ പോയി. പിന്നെ മസ്താനിയുടെ അമ്മയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്തോ മുക്കുമണ്ടോ അങ്ങാണ്ട് കൊണ്ടുവന്ന് പണയം വെക്കാൻ പോയി, അങ്ങനെ പോലീസുകാർ പിടിച്ചു, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു വോയിസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ പേഴ്സണൽ മാറ്ററിനകത്തോട്ട് നമ്മൾ വെറുതെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, പേഴ്സണൽ കാര്യങ്ങളെടുത്ത് പബ്ലിക്കിനകത്തോട്ട് ഇടുന്നതിനകത്തോട്ടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ് അല്ലേ. ബിഗ് ബോസിനകത്തുള്ള പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അത് വേണം നമുക്ക് സംസാരിക്കാം, അതിനെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം. പക്ഷേ പേഴ്സണൽ മാറ്റർ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷെ എന്തായാലും ഈ ഒരു വീഡിയോ ഏകദേശം 1.5 മില്യൺ ആൾക്കാർ കണ്ടതാണ്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഞാൻ വിചാരിച്ചാലേ ഇന്നൊക്കെ ഇല്ലാണ്ടാക്കും, അത് അവിടെ വിചാരിച്ചാൽ എന്നെ എന്താക്കാനാ അവള് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവൾക്ക് അത്രയും ഹോൾഡ് ഉണ്ടെന്നാണ് അവളുടെ വിചാരം. അതെനിക്കൊന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മസ്താനിയുടെ അയൽവാസി എങ്ങാണ്ടാണ്. പുള്ളിക്കാരത്തേക്ക് ബേസിക്കലി മസ്താനിയുടെ ക്യാരക്ടറും രീതിയൊന്നും കണ്ടിട്ട് പിടിച്ചില്ല. അങ്ങനെ ആർക്കോ അയച്ചു കൊടുക്കുന്ന ഒരു വോയിസ് ആണ്. അതാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ശരിക്കും ഇത് രേണുസുധിയുടെ ആൾക്കാർ ഇത് പുറത്തു വിടാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസുധിയെ മസ്താനി വിധവയെന്ന് വിളിച്ചെന്നും രേണുസുധിയുടെ ഒറിജിനൽ പേര് രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിച്ചെന്നും അതിൻ്റെയൊക്കെ പേരിലാണ് രേണുസുധിയുടെ ആൾക്കാർ ഇതൊക്കെ എടുത്ത് പുറത്തു വിട്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആർമി പേജ് തന്നെ ഇതൊക്കെ എടുത്ത് പുറത്തു വിടുക എന്ന് പറയുന്നത് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഇല്ല, 2 കാലിൽ മന്ദുള്ളവരാണ് 1 കാലിൽ മന്ദുള്ളവരെ കുറ്റം പറയുന്നതിൻ്റെ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. മസ്താനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യത്തുമില്ല. കാര്യം അത്രയ്ക്ക് മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ഈ മസ്താനി എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ മസ്താനിയെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോയി അതിനകത്ത് ഗെയിം ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞിട്ട് കുടുംബചരിത്രങ്ങൾ കൊണ്ടുവന്ന് കുത്തിപ്പൊക്കി ഇടുന്നത് ശരിയുള്ള പരിപാടിയാണോ? അത്രേ ചോദിക്കുന്നുള്ളൂ. ഇത് കൊച്ചിക്കാരിയാണല്ലോ. ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞു. എന്നിട്ട് ഒരു 7 വർഷം മുമ്പേ അങ്ങനെയാണ് ഇവർ കൊടുങ്ങല്ലൂരേക്ക് മാറിയത്. മുക്കുപണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ, കൊച്ചിയിലെ പപ്പരന്റെ മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുപണ്ടം പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, മുക്കുപണ്ടം കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണെന്നാണ് പറയണത്. അതായത് മസ്താനിയുടെ ഉമ്മ. ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടില്ല. ഇനി പുള്ളിക്കാരത്തി അതിനെ പറ്റിയിട്ട് സംസാരിക്കുമെന്നും അറിയത്തില്ല. ഇന്നലെ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യും, ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയും, എന്നെ ഇത്രയും പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന്. കാര്യം മസ്താനിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഇപ്പോഴും പുള്ളിക്കാരത്തി പിടിച്ച മുയലിനാണ് 10 കൊമ്പ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതായത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് മസ്താനി. അപ്പോൾ മസ്താനി ആലോചിക്കുക, ഇതൊക്കെ ലൈഫിൽ ഒരു പാഠമാണ്. നമ്മൾ ഓവറായിട്ട് നമ്മൾ അഹങ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളൊക്കെ വെളിയിൽ വരും. ഒരാളെ മാനസികമായിട്ട് തളർത്താൻ പറ്റുന്നത് ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഹിസ്റ്ററിയൊക്കെ കുത്തിപ്പൊക്കി ഇടുമ്പോഴാണ് ഒരാൾ മാനസികമായിട്ട് ഡൗൺ ആവുന്നത്. എന്നിട്ട് ആൾക്കാര് അന്വേഷിച്ചപ്പോ ID പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിന ആഭരണം ഉണ്ടല്ലോ, അതായിരുന്നു. ഇവരെടുക്കുന്നില്ല. 5 പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ലേ, എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത്. ശരിക്കും 10 വർഷത്തിന് മുന്നേ ഉള്ള കഥ എങ്ങാണ്ടാണെന്നാണ് പറയുന്നത്. ആ ഒരു ചാറ്റ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റും. അത് പറയുന്നുണ്ട്. അത്രയും മുന്നേ ഉള്ള കഥകളൊക്കെ ഇപ്പം കുത്തിപ്പൊങ്ങി വരുവാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. ഇപ്പോൾ രേണുസുധിയെ പറ്റിയിട്ടാണ് ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്ത് പറയും? അയ്യോ, ഒരു പാവം സ്ത്രീയുടെ ജീവിതം നശിപ്പിക്കുന്നു, അതാണ് ഇതാണെന്ന്. ഈ രേണുസുധിയെ പറ്റിയിട്ട് ഒരു അബോർഷൻ്റെ കേസ് വന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ആ ഒരു വോയിസ് പ്ലേ ചെയ്ത പോലുമില്ല. അതായത് ആ ഒരു പോർഷൻ ഞാൻ പ്ലേ ചെയ്തിട്ട് പോലുമില്ല. അത് രേണുസുധിയുടെ പേഴ്സണൽ കാര്യമാണ്. അത് പുള്ളിക്കാരത്തി ആൻസർ പറയട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. രേണുസുധി എന്ന് പറയുന്നൊരു വ്യക്തി പബ്ലിക്കിൽ കാണിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞങ്ങളെല്ലാവരും എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ രേണുസുധിയുടെ ഒരു ആർമി പേജ് തന്നെ ഈ ഒരു സാധനം വെളിയിൽ വിടുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യാതൊരു യോജിപ്പുമില്ല. ഒന്നെങ്കിൽ ഇത് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ ആർമി പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കഴിവതും ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അയാളുടെ ജോലി പോയിട്ട് അതുവരെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക്. അങ്ങനെയാണ് ഇവള് മസ്താനി എന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത്. കൊച്ചിയിൽ വരാൻ പറ്റുമല്ലോ ഇവരിക്കൊന്നും. കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അമ്മയെന്നും ഉമ്മയെന്നും ഫേസ് എവിടെയും റിവീൽ ചെയ്യാത്തത്. ഇത് മസ്താനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയാണ്. കാര്യം മസ്താനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള വ്യക്തികളുടെ, അതായത് അവരുടെ ജീവിതം നോർമലൈസ് ചെയ്യുന്നതിനകത്തോട്ട് വലിയ യോജിപ്പില്ലെന്ന്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് മസ്താനി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ, അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഭാഗങ്ങൾ എപ്പോഴും ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വന്നിരുന്ന ബാക്കിയുള്ളവരെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന കുറ്റം പറയാവൂ. അതിനെ പറ്റിയിട്ടൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കാര്യം ഈ ആദിലെ നൂറേയും ഇഷ്ടപ്പെടാത്ത വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അല്ലാതെ മെജോറിറ്റി ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ഈ മസ്താനി തന്നെ ഇവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ മസ്താനിയുടെ കുറച്ച് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ 6 മാസത്തിനുള്ളിൽ അടിച്ചു പിരിയുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ ഇത്രയും മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞില്ല. വളരെ കാര്യമായിട്ട് അതിനകത്ത് തന്നെയുണ്ട് ഈ മസ്താനിയുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന്. എനിക്ക് ഇവരോടുള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞൊരു പാവം സ്ത്രീയാണ്. ഞങ്ങള് വാപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു അമ്മായിണ്ട്. എല്ലാം കണക്കാണ് എന്റെ വാപ്പന്റെ ഫാമിലി. ഇവരുടെ തനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് തെറിയാ വരുള്ളൂ. മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും. അൻവറാന്ന പേര്. പിന്നീട് എന്റെ ഉമ്മാനെ കുറിച്ച് അവള് കുറെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട്. ബിഗ് ബോസിലിപ്പോ റെയിനോട് അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഉമ്മാനോട് ചെയ്തത്. ഓക്കെ, ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കൂടുതൽ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്യൂട്ടി വൈബ്സിനകത്തൊക്കെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. മസ്താനി മോഷണ കേസിൽ പ്രതി എല്ലാം പുറത്താക്കി രേണു സുധി എന്നും പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനിയാണ് ഈ പറയുന്ന മസ്താനിയുടെ ഒരു തനി സ്വഭാവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ആദിലെ നൂറയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വെറൈറ്റി മീഡിയയിൽ അങ്ങോട്ട് വന്നതാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ കൂടി നോക്കി നിന്നു എന്ന്. ഇങ്ങനൊന്നും അല്ലല്ല ബിഗ് ബോസിനകത്ത് വന്നിരുന്ന് പറഞ്ഞത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിലും ഇങ്ങനെയല്ല പറയണത്. എനിക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നാണ് മസ്താനി പറയുന്നത്. ഈ പുള്ളിക്കാരത്തിയുടെ ഒരു പെരുമാറ്റ രീതിയെ കണ്ടില്ല. അതായത് പല ആൾക്കാരെയും വന്നിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് മനസ്സില്ല മനസ്സോടെ വന്നിരുന്ന് ചെയ്യുവാണ്. അതായത് പുള്ളിക്കാരത്തിക്ക് അതിൻ്റെ പൈസയും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം ചുമ്മാതെ അഭിനയിച്ച് നിൽക്കുവാണ്. എന്തിനാണ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നിൽക്കുന്നത്? നിങ്ങൾ വന്നിരുന്ന് ഷോയ്ക്കകത്ത് ഇത്രയും ഡയലോഗ് അടിച്ചതാണ്, ഇത്രയും വിവാദമായ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഇൻ്റർവ്യൂ ചെയ്യരുത്. കാര്യം ഇതാണ് മസ്താനിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മളെല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ഞാൻ ഒരിക്കലും ഈ ഒരു വീഡിയോ മസ്താനി സപ്പോർട്ട് ചെയ്യാനുള്ളതല്ല. പക്ഷേ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുത്തിപ്പൊക്കിയിട്ട് ഒരിക്കലും ഒരാളെ ഹിറ്റ് ചെയ്യുന്നത് അതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എന്നും പറഞ്ഞ് മസ്താനി എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കലും ഒരു നല്ല വ്യക്തിയാണ്, ചെയ്യുന്നതെല്ലാം നല്ല പ്രവൃത്തിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് മസ്താനി ഇതിന് മറുപടി പറയോ? ആ സ്റ്റേറ്റ്മെന്റിലല്ല ഞാൻ പറഞ്ഞത്. ഞാനും ആക്ച്വലി ഇത് നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്കും താല്പര്യമില്ല. ഞാൻ അഭിഷേക് യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടല്ലേ. ഇൻ്റർവ്യൂവിനകത്ത് വേറൊരു ഫേസ്, ഷോയ്ക്കകത്ത് വന്നപ്പോൾ വേറൊരു ഫേസ്. അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയുടെ പ്രത്യേകതയാണ്. നമ്മൾക്ക് എപ്പോഴും ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ തനി സ്വഭാവം നമ്മൾ വെളിയിൽ വരും. അതാണ് വന്നിരിക്കുന്നത്. എന്തായാലും മസ്താനി ഇപ്പോൾ നല്ല രീതിയിൽ കിടന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. വലിയ ഡയലോഗൊക്കെയാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറഞ്ഞത്. എന്തോ എനിക്ക് ഇത്രയും പ്രൊമോഷൻ തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ടെന്നൊക്കെ. ഈ രീതിയിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ആ 2 പേര് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്യുന്നുണ്ടോ? അവർ അന്തസ്സെ പോലെ ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുവാണ്. പക്ഷെ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർക്കാണ് ഇവരോടൊക്കെയുള്ള വിരോധം. ശരി, അവർ നോർമലൈസ് അങ്ങനെ ഒരു കാര്യം നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോവോ? ഇല്ല. പിന്നെ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എന്തിനാ വന്നത്? ഇപ്പം മസ്താനി പറഞ്ഞൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരുള്ള വീട്ടിൽ പോകത്തില്ല എന്ന്. പിന്നെ എന്തിനാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിലോട്ട് നിങ്ങൾ പോയത്? അതല്ലേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി അതും പോട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാണാവോ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തത്? ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഇവരെങ്ങനെയാണോ എന്തോ ഇനി ലൈഫിൽ മുന്നോട്ട് പോകുന്നത്? ആദ്യമേ നമ്മൾ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനായിട്ട് പഠിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.